ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പി കെ ശശിക്കെതിരെ ആക്രമണം കടുപ്പിച്ച് പാലക്കാട്ടെ CPM നേതാക്കൾ. പി കെ ശശിക്ക് CPMൽ കിട്ടിയത് അമിത ലാളനയെന്ന് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസും പി കെ ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും പറഞ്ഞു. ശശിക്ക് പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമായിരുന്നെന്ന് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ വിമർശിച്ചപ്പോൾ സ്ത്രീകൾക്കിനി പാർട്ടി ഓഫീസിൽ വരാമെന്നായിരുന്നു മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ വിമർശനം. ഒപ്പം ചേരാത്തവർക്കെതിരെ അപവാദ പ്രചാരണമാണ് നടത്തുന്നതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചെന്താമരാക്ഷൻ കുറ്റപ്പെടുത്തി. ശശി വിഭാഗീയതയുടെ നേതാവായിരുന്നെന്ന് ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവനും പറഞ്ഞു. ഫേസ്ബുക്കിലാണ് ജില്ലാ നേതാക്കളുടെ പ്രതികരണം. ഇന്നലെ പാലക്കാട് ചേർന്ന വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെ CPM ശശിയെ പുറത്താക്കിയിരുന്നു. CPM പുറത്താക്കിയ പാലക്കാട്ടെ മുൻ MLA പി കെ ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കും. തെളിവ് പുറത്തുവിടാൻ പി കെ ശശിയെ വെല്ലുവിളിച്ചു. പാർട്ടി നടപടി നേരിട്ടയാൾക്ക് മറുപടി നൽകേണ്ടതില്ലെന്നും പ്രതികരണം. എനിക്കെതിരെ ആരോപണം ജില്ലാ സെക്രട്ടറി ആയതിനാലാണ്, മറുപടി ശശിയുമായി വ്യക്തിപരമായ പ്രശ്നമെന്ന ചോദ്യത്തിനാണ്. ശശി തെറ്റുതിരുത്തി തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പറയേണ്ട കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ മോശപ്പെട്ട ആരോപണങ്ങളാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കെതിരായി ശശി ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അത് പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച്, പാലക്കാട് ജില്ലാ കേന്ദ്രവുമായിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ അതിനൊരു നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. അവർക്ക് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമായിട്ട് ചുരുക്കാനൊക്കെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പാർട്ടിക്ക് അകത്തുള്ളത് അങ്ങനെയാണോ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണോ ഇതൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ എന്ത് വ്യക്തികൾക്ക് പ്രാധാന്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് CPMനകത്ത് വ്യക്തികൾക്കൊരു പ്രാധാന്യമില്ല. പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഏത് ഘടകത്തിലാണോ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, ആ ഘടകത്തിൽ കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വളരെ സത്യസന്ധമായി പൊതുസമൂഹത്തിൽ നടപ്പിലാക്കുക. അതുമാത്രമാണ് വ്യക്തികളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിർവഹിക്കേണ്ടത്. അല്ലാതെ വ്യക്തികളെന്ന നിലയ്ക്ക് ഞങ്ങളാരും പാർട്ടിക്ക് മീതയല്ല. ഞങ്ങൾ സ്ഥിരമായി പറയുന്നൊരു വാചകമുണ്ട്, ആരും ഈ ചെമ്പതാകയ്ക്ക് മുകളിലല്ല, എല്ലാവരും അതിന് താഴെയാണ്. PKCC വ്യക്തിപരമായി എടുത്തോ? ജില്ലാ സെക്രട്ടറി കമ്മിറ്റികളുടെ തീരുമാനം ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനമാണ് എന്നുള്ള രീതിയിലൊക്കെ PKCC അതിനെ വ്യക്തിപരമായി എടുത്തു എന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ അങ്ങനെയുള്ള? അത് അയാളോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്. പക്ഷെ പാർട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി എന്ത് തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും ആ തീരുമാനങ്ങൾക്കപ്പുറം പാർട്ടി കൂട്ടായി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ് അന്തിമം. ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു പാർട്ടി മെമ്പർക്കും അവകാശമില്ല. വിവിധ ഘടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട നേതാക്കളായിട്ടുള്ള ആളുകൾക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിന് അവകാശം. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഈ പുറത്താക്കൽ എന്ന് പറയുന്നത് CPMനകത്ത് അവസാനത്തെ നടപടിയാണ്. അപ്പോൾ അതിനിടയിൽ ആരെയും വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും, ആ തെറ്റിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച്. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ശാസനകളും ചിലവിടെ താക്കീത് കൊടുക്കും, പിന്നീട് ചിലപ്പോൾ സസ്പെൻഷനിലാക്കും. ഏറ്റവും അവസാനത്തെ നടപടിയാണ് പുറത്താക്കൽ. CPMനകത്ത് എടുക്കുന്ന നടപടികളെല്ലാം ഓരോ സഖാക്കളെയും തെറ്റ് തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ കുറച്ചുകൂടി തിളക്കമാർന്ന വ്യക്തിജീവിതവും പൊതുജീവിതവും പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാനാണ്
ഈ തിരുത്തലുകൾക്കെല്ലാം ഓരോ ഘട്ടത്തിലും വിധേയമാകുന്നത്. അത് കുറ്റങ്ങളും കുറവുകളെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നിസ്സാര ആരോപണങ്ങളല്ല. ഒരു ജില്ലാ സെക്രട്ടറിയാണ് സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. നിങ്ങളത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഏഷ്യാനെറ്റിന് വീണ്ടും ചോദിച്ച് വീണ്ടും അത് തന്നെ പറയേണ്ട കാര്യമില്ല. ഏഷ്യാനെറ്റുകാർക്ക് ഇതിങ്ങനെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇന്നലെ നിങ്ങളുടെ ചാനലും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ, ഏഷ്യാനെറ്റ് ചാനലും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. അവരോട് കൂടിയിട്ടാണല്ലോ ഞാൻ അതിന് ഉത്തരം പറഞ്ഞത്. നിങ്ങൾക്കിനി ഇങ്ങനെ ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും അത് ആവർത്തിച്ചോളും. സുരേഷ് ബാബുവിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ആ കാര്യത്തിലുണ്ടാവില്ല. ഒരു ചെറിയ ഒരു തന്മാത്രൻ്റെ വലിപ്പത്തിൽ പോലും എന്നെ അത് ബാധിക്കില്ല. അതാണ് എൻ്റെ പൊതുജീവിതവും എൻ്റെ വ്യക്തിജീവിതവും. എന്നെ അറിയുന്നവർക്ക് നന്നായിട്ടറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ സാധാരണ മനുഷ്യർക്ക് നന്നായിട്ടറിയാം ഞാൻ എങ്ങനെയാണ് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് ഇവിടെ എത്തിയെന്നുള്ളത്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തുണ്ടാവില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു നടന്നോളൻ, അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. അതെല്ലാം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെളിവുണ്ടെന്ന് പറയുന്നുണ്ട്. പി കെ ശശിക്ക് CPM കിട്ടിയത് അമിത ലാളനയെന്ന് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ്. അമിത ലാളന കിട്ടിയതിനാലാകാം പാർട്ടിക്കെതിരെ തിരിഞ്ഞത്. ശശിക്ക് തെറ്റിദ്ധരുത്തി CPM തിരിച്ചെത്താമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ആക്ഷേപത്തിന് സെക്രട്ടറി മറുപടിയും പറഞ്ഞു. അത് അതോടെ കഴിഞ്ഞു. ശശിയും സുരേഷ് ബാബുവും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണത്. ആണോ അല്ല എന്നുള്ളത് അവരാ പറയേണ്ടത്. അല്ലെങ്കിൽ ശശി എന്തിനാ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്? അതിനുള്ള ആക്ഷേപത്തിന് സുരേഷ് ബാബു മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതോടെ കഴിഞ്ഞു. അത് ഇനി ശശിയുടെ കയ്യിൽ കൂടുതൽ തെളിവുണ്ടെങ്കിൽ ശശി പുറത്തേക്ക് വിടുമ്പോൾ സുരേഷ് ബാബു അതിനെ മറികടന്നുള്ളൂ. തമ്മിൽ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ശശി കുട പിടിക്കുന്ന ആളാണെന്നാണ്. ശശി തിരിച്ചങ്ങോട്ട് പറഞ്ഞത് കുസ്ലിക്കാരനാണ്. ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റാക്കി ചേർന്ന പ്രയോഗമാണോ? ഇതല്ലേ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഗൗരവപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. എനിക്ക് ഇമാതിരികൾ നിസ്സാര കാര്യങ്ങളിലൊന്നും അഭിപ്രായമില്ലാത്തവരാണ്. ഇനി സ്ത്രീകൾക്ക് പാർട്ടി ഓഫീസിൽ ഭയരഹിതമായി വരാമെന്ന് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി. 64 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPI മാർക്സിസ്റ്റ് എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPI മാർക്സിസ്റ്റായി 1964 പുനഃസംഘടിപ്പിക്കപ്പെട്ടതൊക്കെ സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള കാരണം കൊണ്ടാണ്. അത് ഈ വക ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുക്കുക എന്ന് പറയുന്നത് എത്ര നിസ്സാരവൽക്കരിക്കാതെ. ഈ ആളുകൾ ഒരുപാട് ആളുകൾ അവിടെ പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമാക്കാനായിരുന്നു ശശിക്ക് താല്പര്യമെന്നായിരുന്നു DYFI ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം. പറഞ്ഞൊരു കാര്യം, മരണം വരെ തൂക്കിക്കൊല്ലുക എന്നൊരു രീതി CPM-ൽ ഇല്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. തനിക്കെതിരെ നടപടി എടുത്തിട്ടും അത് തിരുത്താനോ അത് അവസാനിപ്പിക്കാനോ ഒരു തരത്തിലുള്ള ഈ പ്രശ്നപരിഹാരത്തിനും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതെല്ലാം ഞാനെന്താ അറിയാം, ഞാനിതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇദ്ദേഹം വിശാഖപട്ടണത്ത് ഞങ്ങൾ CITUവിൻ്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അദ്ദേഹവും അതുപോലെ പ്രഭാകരൻ MLA ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഞാൻ പാർട്ടിയുടെ സെക്രട്ടറിയല്ല. സ്വാഭാവികമായിട്ട് ഏതൊരാളുടെയും വാക്കുകൾ കേൾക്കുക എന്നുള്ളതാണ് അതിപ്രധാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും PK ശശി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ എനിക്ക് ഒരു തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല. എപ്പോൾ വേണം, എവിടെ ഇരുന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ അവിടെ തന്നെ ആ ഹാളിൻ്റെ സമ്മേളനം നടക്കുന്ന ഹാളിൻ്റെ ഒരു പ്രദേശത്തിരുന്ന് ഞങ്ങൾ 3 പേരും കൂടി ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നത് അതിന് ശേഷം പത്രമാധ്യമങ്ങൾ എന്നെ കണ്ടപ്പോൾ ഞാനൊരു വാചകം ഉന്നയിച്ചു, ശശി പാർട്ടി വിട്ടു പോകും ഒന്നും തോന്നുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കാരണം പോസിറ്റീവായിട്ടായിരുന്നു ആ ചർച്ച. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയി എന്നുള്ളത് അയാളോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പുറത്തു പോയ ഒരാൾക്ക് പോലും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ട്. ഞാനിവിടെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അവസരം PK ശശിയുടെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ രൂപപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 41,000 പാർട്ടി മെമ്പർമാർ എന്ന് താങ്കൾ 1-2 തവണ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഈ 41,000 പാർട്ടി അംഗങ്ങളിൽ ഒരാളെ മാത്രമായിട്ട് PK ശശിയെ കണ്ടു എന്നുള്ളത്. അയാൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ
പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അത്തരമൊരു ആക്ഷേപമാണ് ഉന്നയിച്ചതെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്നത്. അദ്ദേഹം ഒരു പാർട്ടി മെമ്പർഷിപ്പിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ 41,000 പാർട്ടി മെമ്പർമാർ എന്നല്ലാതെ ഞാൻ എന്താ വിശേഷിപ്പിക്കേണ്ടത്? മീഡിയ വണ്ണുകാരൊന്നും പഠിപ്പിക്കും. എന്താ വിശേഷിപ്പിക്കേണ്ടത്? 41,000 പാർട്ടി മെമ്പറിൽ ഒരാൾ. അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മെമ്പർഷിപ്പിലേക്കാക്കി. അദ്ദേഹത്തിന് വേറെ മറ്റേതെങ്കിലും ഘടകമുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു. അതല്ലല്ലോ. അപ്പം 41,000 പാർട്ടി അംഗങ്ങളിൽ ഒരാളായതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തി പറഞ്ഞത്. ഈ PK ശശിക്കെതിരെ നടപടിയെടുത്തു. ഇനി ബാക്കി കൺവെൻഷനിൽ പങ്കെടുത്ത മറ്റാളുകൾക്കെതിരെ നടപടി ഉണ്ടാവുമോ? അതിലിപ്പോൾ ഞങ്ങളുടെ പാർട്ടി മെമ്പർമാരായിട്ട് പോയവർ അങ്ങനെ ആരും ഞങ്ങളുടെ അറിവിൽ പെട്ടിട്ടില്ല. പാർട്ടി മെമ്പർഷിപ്പിലുള്ളവർ പോയിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്ന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ട് പിന്നെ വേണ്ട നടപടി അവിടുത്തെ ഘടകം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് എല്ലാം ജില്ലാ കമ്മിറ്റിയല്ല തീരുമാനിക്കുക. അങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ അറിവിൽ ഇപ്പോൾ ആരും പെട്ടിട്ടില്ല. പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തതിനനുസൃതമായ നടപടികൾ സ്വീകരിച്ച ആളുകളാണ് ആ കൺവെൻഷൻ്റെ ഭാഗമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ച് ആ ഘടകങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും. Time Kids Preschool, Mannannur Road, വാണിയംകുളം. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.